വോട്ട് അധികാർ യാത്ര എന്നത് അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള മൂവാണ്. അത് എങ്ങനെയാണ് 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കും. 23 ജില്ലകളിലായുള്ള 50 നിയമസഭാ മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയും ഈ മഹാഗഡ്ബന്ധൻ നേതാക്കളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കളും ഒക്കെ ചേർന്ന് യാത്ര നടത്തുക എന്നതാണ്. അദ്ദേഹം നടത്തിയ യാത്ര നമ്മൾ കണ്ടതാണ്, ഭാരത് ജോഡോ യാത്ര. അത് വലിയ നേട്ടം അദ്ദേഹത്തിന് ഉണ്ടായിക്കൊടുത്തു, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ പക്ഷത്തിനും ഉണ്ടായിക്കൊടുത്തു എന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ കാണേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഹർഷൻ, ഇതിൻ്റെ പ്രാഥമികമായിട്ട് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, അതായത് ഈ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കോൺഗ്രസോ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷമോ അല്ല ഇപ്പോൾ ഉള്ള യഥാർത്ഥത്തിൽ ശക്തമായ പ്രതിപക്ഷമുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തവുമായിരുന്നു. അതായത് നമ്മൾ വാരണാസിയിൽ പ്രധാനമന്ത്രി പിന്നോട്ട് പോകുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. വല്ലാത്ത തോതിൽ ചുരുങ്ങിയ സീറ്റെണ്ണവുമായിട്ട് ഒരു മുന്നണി സർക്കാരായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അത് പ്രതിപക്ഷത്തിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും കൺസിസ്റ്റൻ്റായുള്ള പ്രവർത്തനത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരല്പം വീക്കർ പൊസിഷനിലേക്ക് BJP മറ്റും വന്നത്. സകല സന്നാഹങ്ങളും കൂടെ ഉണ്ടായിട്ട് പോലും എന്ന് നമ്മൾ ഓർക്കണം. ഇതിനകത്ത് വോട്ട് അധികാർ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പക്ഷേ ഇത് ഒരു യാത്ര എന്ന നിലക്കോ വോട്ട് ചോരി എന്നത് വോട്ടർ പട്ടികയിൽ എന്തോ ക്രമക്കേട് നടത്തിയോ എന്ന പ്രാഥമികമായ നിലക്ക് മാത്രം നിൽക്കുന്ന സംഗതിയല്ല. അത് മറിച്ച് 65 ലക്ഷം പേര് SIRലൂടെ ആളുകൾ പുറത്തായിപ്പോയത് സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന് നമുക്കറിയാം. ആ പുറത്തായിപ്പോയ ആളുകൾ ഭയപ്പെടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ വെൽഫെയർ പദ്ധതികളിൽ നിന്ന് അവർ ഔട്ടായി പോകും. സർക്കാർ ഇവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വെൽഫെയർ പദ്ധതികൾ, ചെറിയ തുകകൾ, ചെറിയ ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ഇല്ലാതായി പോകുമോ എന്നത്, ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട് പോകുമോ എന്നത് എല്ലാവരുടെയും ഭയപ്പാടായിട്ട് അവിടെ മാറിക്കഴിഞ്ഞു. രണ്ടാമത്തേത്, പൗരത്വം തന്നെയും വോട്ടവകാശം ഇല്ലാതാവുന്നതിലൂടെ പോകുമോ എന്ന ഭയപ്പാട് ഈ മനുഷ്യർക്കുള്ളിൽ വന്നു കഴിഞ്ഞു. പൗരത്വ നിഷേധം എന്നത് വലിയ ചർച്ചയായ ഒരു കാലം കടന്നിട്ടാണ് നമ്മൾ വന്നത്. ആളുകളുടെ കളക്റ്റീവായുള്ള ഓർമ്മയിൽ നിന്ന് ഈ പൗരത്വ നിഷേധം എന്ന സംഗതി പോയിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അത് വളരെ പ്രചണ്ഡമായിട്ടുള്ള സമരം നടന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്കറിയാം. അത് കൊണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിലെ മനുഷ്യർ എത്രമാത്രം, സാധാരണ മനുഷ്യർ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യർ എത്രമാത്രം വലിയ പ്രയാസങ്ങളിൽ ചെന്നപ്പെട്ടു എന്ന് നമുക്കറിയാം. നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രയാസം നേരിട്ട മനുഷ്യർക്കിടയിൽ ഇത് വല്ലാത്ത തോതിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് നിഷേധം എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പ്രാഥമികമായ സംഗതിയുടെ നിഷേധമായിട്ട് മാത്രമല്ല, ഭാവിയിലെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ പൗരത്വ നിഷേധത്തെയും വെൽഫെയർ ആനുകൂല്യ പദ്ധതികളുടെ നിഷേധവുമായിട്ടും നേർക്കുനേർ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന ഭയപ്പാടോടെ നിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് രാഹുൽ ഗാന്ധിയും മറ്റും ഈ പ്രചാരണം മുന്നോട്ട് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് എന്നത് BJPയെ നിശ്ചയമായിട്ടും പേടിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വലിയ ഇളക്കമാണ് ഉണ്ടാക്കുക. ബീഹാർ കോൺഗ്രസിൻ്റെ അങ്ങേയറ്റം ദുർബലമായി കഴിഞ്ഞൊരു നിലയാണ്. അതായത് ഈ മണ്ഡൽ കമ്മീഷൻ സംഗതികളെല്ലാം വന്നതിന് ശേഷം ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാറിനെ പോലുള്ള അവിടുത്തെ നേതാക്കൾ ഉയർന്നു വന്നതിന് ശേഷം കോൺഗ്രസിന് വലിയ അടിത്തറയൊന്നും ഇല്ലാത്തൊരിടത്തേക്ക് ആളുകൾ ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങുകയാണ്, ജനങ്ങളെ നേരിട്ട് നിന്ന് തൊടുന്ന ഇത്തരമൊരു പ്രശ്നമായിട്ട്.